ഇന്ദ്രന്റെ ചെവിയിൽ അച്ഛൻ്റെ വിളിയെത്തി. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ക്ഷീണം കൊണ്ട് തന്നെ താഴെ സോഫയിൽ കിടന്നുറങ്ങുകയായിരുന്നു അവൻ. അവൻ മെല്ലെ കണ്ണു തുറന്നു അച്ഛനെ ഒന്ന് നോക്കി. എന്താ അച്ഛ? മിത്രയ്ക്ക് മെഡിസിൻ കൊടുക്കാൻ നേരമായി. അത് എന്നോട് പറയുന്നത് എന്തിനാ? അച്ഛനങ്ങ് എടുത്തു കൊടുത്താൽ പോരായോ? നിന്റെ ഈ സ്വഭാവം അറിയാമെന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അവളുടെ വീട്ടിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞത്. അവളുടെ വീട്ടുകാർ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളും. ഒരു മെഡിസിൻ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അച്ഛൻ ഈ ഡയലോഗ് ഇത്രയും അടിക്കുന്നത്? ഒരു മെഡിസിനോ? ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ അവൾക്ക് പഴയതൊന്നും ഓർമ്മയില്ല. ഏതു തരത്തിലാണ് പെരുമാറുന്നതെന്ന് പോലും അറിയില്ല. രണ്ടാമത്തെ കാര്യം, ആ കുട്ടി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഏതൊക്കെ മെഡിസിനാണ് കൊടുക്കേണ്ടതെന്ന് എന്നോടല്ല ഡോക്ടർ പറഞ്ഞത്, നിന്നോടാണ്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ അപ്പോഴേ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞത് അവളുടെ വീട്ടുകാരെ വിളിച്ച് അവളെ അവരോടൊപ്പം വിടാമെന്ന്. അപ്പോഴും നിനക്കായിരുന്നു വാശി. നീ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്തിനാ ഈ വയസ്സാം കാലത്ത് എന്നെ ആ കുട്ടിയുടെ പുറകെ ഓട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? അച്ഛൻ ഇനി ഒന്നും പറയണ്ട. അവൾക്ക് ഫുഡ് ഞാൻ കൊടുത്തോളാം. അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം. ഇനി ഇതിൻ്റെ പേരിൽ അവളുടെ വീട്ടിൽ വിളിച്ച് പറയാനൊന്നും നിൽക്കണ്ട. അത്രമാത്രം പറഞ്ഞ് തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി അവൻ. ആരെന്തു പറഞ്ഞാലും ചെയ്താലും ഒരു കൂസലും തോന്നാത്ത നിന്റെ മുഖത്ത് നിന്ന് കുറ്റബോധത്തിൻ്റെ നിഴലിപ്പ് ഞാൻ കണ്ടു. നിന്നെ അവൾ മാറ്റിയെടുക്കും. അതിനി ഇങ്ങനെ ഒരു വളഞ്ഞ വഴി പിടിച്ചിട്ടാണെങ്കിൽ. അയാൾ അവൻ പോയ വഴിയെ നോക്കി പറഞ്ഞു. ഇന്ദ്രൻ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ബെഡിലിരുന്ന് എന്തോ കാര്യമായി ആലോചിക്കുന്ന മിത്രയാണ് അവൻ കാണുന്നത്. എഴുന്നേൽക്ക്, അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. എന്നാൽ മിത്രയാണെങ്കിൽ കേട്ടിട്ടും കേൾക്കാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. നിന്നോടാ ഞാൻ പറഞ്ഞത് എഴുന്നേൽക്കാൻ. മിത്ര അവനെ ദേഷിച്ചൊന്ന് നോക്കി. നിന്നോട് ഞാൻ എന്നെ നോക്കാനല്ല പറഞ്ഞത്. എഴുന്നേറ്റ് താഴേക്ക് വാ, ഫുഡ് കഴിച്ചിട്ട് മെഡിസിൻ കഴിക്കാനുള്ളതാ. ഇതൊക്കെ പറയാൻ നീ ആരാ? അവളുടെ മുഖത്ത് ഒരു ഭയവും കൂടാതെ അവനോട് സംസാരിച്ചു തുടങ്ങി. ഇപ്പോ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നീ എഴുന്നേറ്റ് താഴേക്ക് വാ. നീ ആരാ? നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നിന്റെ ആരാണെന്ന് നിനക്കറിയില്ലേ? എനിക്കറിയാത്തത് കൊണ്ടാണ് ചോദിച്ചത് നീ എൻ്റെ ആരാണെന്ന്. ഇന്ദ്രൻ അവളെ കൽപ്പിച്ചൊന്ന് നോക്കി. കോപ്പ്, ഇതിൻ്റെ ഓർമ്മ പോയ കാര്യം ഞാൻ ഇടയ്ക്ക് എന്തിനാ ഇങ്ങനെ മറക്കുന്നത്? നീ എന്താ നിന്ന് പിറുപിറുക്കുന്നത്? മോള് താഴേക്ക് വാ, നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് വേണ്ട ഈ മെഡിസിനൊക്കെ കഴിക്കാൻ. എന്നാലല്ലേ ഈ തലയ്ക്ക് കിട്ടിയ മുറിവൊക്കെ ഉണങ്ങത്തുള്ളൂ. അവൻ തൻ്റെ ദേഷ്യം കടിച്ചു പിടിച്ച് അവളോടായി പറഞ്ഞു. നിന്നെ കൊണ്ട് ഇതിലും ഞാൻ താഴേക്കും മോനെ. ഇപ്പോൾ കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും നീ എന്നെ മോളെ എന്ന് വരെ വിളിച്ചില്ലേ? മിത്ര തൻ്റെ മനസ്സിൽ പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് താഴേക്ക് പോകാം. ഞാൻ നിന്റെ കൂടെ വരില്ല. നീ ദുഷ്ടനാ. അതെങ്ങനെയാ ഞാൻ ദുഷ്ടനാവുന്നത്? നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നീ ഒരു ദുഷ്ടനാണെന്ന്. അവൾ കൊച്ചുകുട്ടികളെ പോലെ പറയാൻ തുടങ്ങി. അതെന്താ, എൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ ദുഷ്ടനാണെന്ന്? നിന്റെ മുഖത്ത് എഴുതിയൊന്നും വെച്ചിട്ടില്ല. പക്ഷെ നിന്റെ ഈ മുഖം കണ്ടാൽ പറയും. അതൊക്കെ രണ്ടാമത്തെ കാര്യമല്ലേ. നമുക്കിപ്പോൾ ഫുഡ് കഴിക്കാം. നിന്റെ കൂടെ ഞാൻ എവിടേക്കും വരില്ല. എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയാൽ മതി. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും ഇപ്പം കാണണം. അവൾക്കറിയാം അവൻ തല പോയാലും അവളുടെ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോകില്ല എന്ന്. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് പുള്ളിക്കാരി ഈ ഡയലോഗുകളെല്ലാം ഇറക്കുന്നത്. നീ ഇനി തലകുത്തി നിന്നാൽ ഞാൻ ഇന്ന് ഫുഡ് കഴിക്കത്തില്ല. നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം. നീ ഒന്ന് താഴേക്ക് വാ. എനിക്ക് നിന്റെ ഒന്നും വേണ്ട. എടി, അവൻ അടിക്കാനായി കൈപൊക്കിയതും മിത്ര ഉച്ചത്തിൽ തന്നെ കരയാൻ തുടങ്ങി. അയ്യോ, ഈ കാട്ടാൾ എന്നെ തല്ലി, എന്നെ ഇവിടെ ഇട്ട് തല്ലി കൊല്ലുന്നേ. ഇവിടെ ആരും ഇല്ലേ എന്ന നിമിഷ നേരം കൊണ്ട് തന്നെ അച്ഛൻ അവിടെ എത്തി. എന്താ മോളെ, എന്തു പറ്റി? ഇവൻ എന്താ ചെയ്തത് നിന്നെ? ഇവൻ എന്നെ തല്ലി. അച്ഛച്ച, ഇവൾ ചുമ്മാതെ പറയുക. ഞാൻ ഇവളെ തല്ലിയിട്ടൊന്നുമില്ല. അച്ഛൻ മിത്രയെ ഒന്ന് നോക്കിയതും അവൾ തൻ്റെ മുഖം കൊണ്ട് കൈ മറച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ദ്രൻ കാണാത്ത രീതിയിൽ അച്ഛൻ അവളെ കണ്ണു കാണിച്ചു. നീ എന്താടാ ചെയ്തത്? ഈ സുഖമില്ലാത്ത കുട്ടിയാണോ നീ തല്ലിയത്? അച്ഛച്ച, ഈ കിളി പറന്നിരിക്കുന്ന ഇവൾ പറയുന്നതാണോ അച്ഛന് വിശ്വാസം, അതോ ഞാൻ പറയുന്നതാണോ? നിന്റെ സ്വഭാവം വെച്ചിട്ട് നീ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മോള് പറയുന്നത് തന്നെ ഞാൻ വിശ്വസിക്കും. നീ എന്ത് ചെയ്തിട്ടായാലും ഇവളെ ഫുഡ് കഴിക്കാൻ താഴെ കൂട്ടിക്കൊണ്ട് വരണം. അല്ലെങ്കിൽ നിനക്കറിയാലോ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഞാൻ അവളുടെ വീട്ടിൽ വിളിച്ച് പറയും. ഇവളുടെ വീട്ടുകാരുടെ മുമ്പിൽ നീ നല്ലവനായ കുട്ടിയല്ലേ? അവൻ്റെ മുഖത്തടിച്ചതുപോലെ ആയിരുന്നു അയാളുടെ ഓരോ വാക്കുകളും. അച്ഛച്ച,
ഞാൻ ഇവളെ എങ്ങനെ കഴിക്കാൻ വിളിക്കാനാണ്? നീ വിളിക്കണ്ട, ഞാൻ അവളുടെ വീട്ടിൽ വിളിക്കാം. വേണ്ട, ആരെയും വിളിക്കണ്ട. ആരെ കൊന്നിട്ടായാലും ഇവളെ ഞാൻ താഴേക്ക് കൂട്ടിക്കൊണ്ടു വരാം. അച്ഛൻ പൊക്കം. മിത്രയെ ഒന്ന് നോക്കിയിട്ട് അയാൾ താഴേക്ക് പോയി. എൻ്റെ പൊന്നല്ലേ, നീ ഒന്ന് താഴേക്ക് വരുമോ കഴിക്കാൻ? ആദ്യം നീ എൻ്റെ ആരാണെന്ന് പറ. അത് കഴിഞ്ഞിട്ട് ഞാൻ വരണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാം. അവൻ ഭിത്തിയിലേക്ക് തൻ്റെ കൈ മുഷ്ടി ചുരുട്ടി ഇടിക്കാനായി പോയതും പൂജ പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് വന്നു. മിസ്റ്റർ ഇന്ദ്രൻ, നിങ്ങൾ കരുതും പോലെ ഇതൊരു നിസ്സാര രോഗമല്ല. അവളുടെ സ്വഭാവം ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് അവൾ ഉണർന്ന് നിങ്ങളോടെല്ലാം സംസാരിക്കണം. കൂടാതെ അവളെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലോ വിഷമിപ്പിക്കുന്ന തരത്തിലോ ഒരു പെരുമാറ്റവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ബ്ലഡ് അവളുടെ കണ്ണിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. ബ്ലഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് തരത്തിലായാലും സുഖമില്ലാതിരിക്കുന്ന അവളുടെ മൈൻഡ് മാറും. ചിലപ്പോൾ ബോധം പോകും, ചിലപ്പോൾ വയലൻ്റ് ആവാം. സോ സ്നേഹം കൊണ്ട് മാത്രം കീഴ്പ്പെടുത്തുക. പൂജ കുറച്ച് എരിവും പുളിവും ഒക്കെ ചേർത്താണ് അവളുടെ കാര്യം അവനോട് പറഞ്ഞത്. മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. അവൻ അതേപോലെ തന്നെ തൻ്റെ കൈ ഭിത്തിയിൽ നിന്നും എടുത്തു. നിനക്കിപ്പോൾ ഞാൻ ആരാണെന്ന് അറിയണം അല്ലേ? അതെ, നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ അവകാശിയാണ് ഞാൻ. മനസ്സിലായില്ല? നീ എൻ്റെ ഭാര്യയും ഞാൻ നിന്റെ ഭർത്താവും ആണെന്ന്. എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ഇപ്പം നീ ഇത് മാത്രം അറിഞ്ഞാൽ മതി. നിന്റെ പൂർണ്ണ അവകാശവും എനിക്ക് മാത്രമാണ്. അറിയേണ്ടതെല്ലാം അറിഞ്ഞല്ലോ, ഇനിയെങ്കിലും വാ കഴിക്കാം. ഇതെല്ലാം പറയുമ്പോഴും ഇന്ദ്രൻ തൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്തിരുന്നു. ഞാൻ കഴിക്കാം, എന്നാൽ നടക്ക്. ഞാൻ കഴിക്കണമെങ്കിൽ ഇനി എന്താ? എന്നെ നീ താഴേക്ക് എടുത്തുകൊണ്ട് പോണം. ഇന്ദ്രന്റെ നാവ് തരിച്ചെങ്കിലും ഇപ്പോൾ അവൾ ഫുഡ് കഴിക്കുന്നത് തൻ്റെ കൂടെ ഉത്തരവാദിത്തമായതുകൊണ്ട് മറുത്തൊന്നും പറയാതെ നേരെ മിത്രയുടെ അടുത്തേക്ക് ചെന്നു. തൻ്റെ കൈകളിൽ അവളെ കോരിയെടുത്തു. തുടരും. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ പാർട്ടുകൾ മുടങ്ങാതെ പ്രതീക്ഷിക്കാം.